ഷഫീദ്, നോക്കി ഇവിടുത്തെ പ്രശ്നം എന്താണ്? അതാ വീണ്ടും അന്വേഷണം വരാൻ പോവുകയാണ്. അന്വേഷിക്കുന്നത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ്. DGP കോടതി പറഞ്ഞ മട്ടിൽ വിശ്വാസത്തുള്ള ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കാൻ പോകുന്നു. അങ്ങനെ അന്വേഷണം നടക്കുന്നത് എവിടെയാണ്? അന്വേഷണം നടക്കുന്നത് മന്ത്രിക്ക് താഴെയാണ്. ഈ പറയുന്ന സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ആവട്ടെ, പോലീസ് സംവിധാനമാവട്ടെ, ഒക്കെ വരുന്നത് മന്ത്രിയുടെ പോർട്ട്ഫോളിയോയ്ക്ക് താഴെയല്ലേ വരൂ. നാളെ കോടതിയിലേക്ക് മറ്റൊരു ഹർജി പോയാലോ, ഇത്തരത്തിൽ മന്ത്രി മുകളിലിരിക്കുമ്പോൾ താഴെ നടക്കുന്ന അന്വേഷണത്തിൽ എത്രത്തോളം പ്രസക്തി ഉണ്ടാകുമെന്നറിയില്ല, എന്നൊരു ഹർജി പോകത്തില്ല എന്നുറപ്പൊന്നുമില്ലല്ലോ. അവിടെ നിന്നൊരു പക്ഷേ ഉണ്ടാകാനിടയുള്ള കോടതി നിരീക്ഷണമടക്കം CPM ഇപ്പോഴേ മുന്നേ ആലോചിക്കുന്നുണ്ടോ ഷഫീദ്? അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണോ രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്? ഹാഷ്മി, അങ്ങനെ ഒരു ആലോചന നിലവിൽ ഇപ്പോൾ CPM നടത്തുന്നതായി എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതാണ്, അതായത് ദീർഘഭാവിയിൽ ഇത് CPM ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നം ചെറുതായിരിക്കില്ല. കാരണം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പരാമർശം നടത്തിയതിൻ്റെ പേരിൽ തുടരന്വേഷണം നേരിടുന്ന ഒരു മന്ത്രി, ആ മന്ത്രിക്കെതിരെ വീണ്ടും കോടതിയിൽ നിന്ന് ഒരു നിരീക്ഷണമോ ഒരു വിമർശനമോ ഉണ്ടായാൽ അത് സ്വാഭാവികമായും ആ സമയത്ത് CPM പ്രതിരോധിക്കാൻ കഴിയുന്നതായി മാറില്ല. കാരണം നമുക്കറിയാം, ഇനി തുടരന്വേഷണം നടത്തണം, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടം അതേതാണ്? രാഷ്ട്രീയമായ ഒരു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ സാഹചര്യമാകും. ആ സാഹചര്യത്തിൽ ഇതിനെ ഏത് രീതിയിൽ CPM ന്യായീകരിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉയരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഹാഷ്മി, ഇന്നലെ കോടതി പറഞ്ഞ കാര്യം എന്താണ്? അതിൽ കോടതി കൃത്യമായി പറയുന്നുണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഈ സജി ചെറിയാനെതിരെ കുറ്റം നിലനിൽക്കുന്ന പോലീസ് റിപ്പോർട്ടും ഈ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് റിപ്പോർട്ടും ഹൈക്കോടതി തള്ളുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ കോടതി ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വേദിയിൽ ഉണ്ടായിരുന്നവരുടെ മൊഴികൾ മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയത്. മറ്റാരുടെയും മൊഴി, അതായത് വിശദമായ ഒരു മൊഴി ശേഖരണം ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല. കൂടാതെ സംഭവവുമായി ബന്ധപ്പെട്ട പെൻഡ്രൈവ്, CCTV ദൃശ്യങ്ങൾ എന്നിവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഫലം കിട്ടുന്നതിന് മുൻപാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് കോടതി തന്നെ നിരീക്ഷിക്കുമ്പോൾ അതിൽ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം, മന്ത്രിയെ സംരക്ഷിക്കാൻ അതല്ലെങ്കിൽ കേസിൽ നിന്ന് മന്ത്രിയെ ഒഴിവാക്കാൻ വേണ്ടി തിടുക്കപ്പെട്ടൊരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ടാണ് ഇന്നലെ കണക്കിന് പോലീസിന് ഒരു വിമർശനമായി കോടതിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത്. പക്ഷേ നമ്മൾ അങ്ങനെ ഈ കോടതി സാധാരണഗതിയിൽ ഹൈക്കോടതിയൊക്കെ പോലീസിനെ വിമർശിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പാർട്ട് ബൈ പാർട്ടായിട്ടുള്ള വിമർശനമാണ് കാണാറുള്ളത്. പക്ഷേ ഇന്നലെ കോടതി മറ്റൊരു ഉദ്യോഗസ്ഥൻ, മറ്റൊരു ഏജൻസിക്ക് വിട്ടില്ലെങ്കിൽ പോലും ക്രൈംബ്രാഞ്ചിലെ ഇൻറ്റഗ്രിറ്റി ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് കോടതി പറയുമ്പോൾ, കോടതി നിർദ്ദേശിക്കുമ്പോൾ അത് സ്വാഭാവികമായും കഴിഞ്ഞ അന്വേഷണത്തെ റദ്ദ് ചെയ്യപ്പെടുകയാണ്. അതിനും അപ്പുറത്തേക്ക് നടന്ന അന്വേഷണം അത് ഒട്ടും വിശ്വാസ്യതയുള്ളതല്ല എന്ന് കോടതി തന്നെ സ്റ്റേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ സ്റ്റേറ്റ് ചെയ്ത് മുൻപത്തേക്കാൾ ഗുരുതര സാഹചര്യത്തിലേക്ക് പോയൊരു സംഭവത്തിൽ വീണ്ടും ധാർമ്മികതയുയർത്തി രണ്ടാം വട്ടം രാജിവെക്കേണ്ടതില്ല എന്ന് CPM തീരുമാനിക്കുമ്പോൾ, നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും ഈ വിഷയത്തിൽ ഉയർന്നൊരു വിമർശനത്തെ CPM എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ചോദ്യം, പ്രതിപക്ഷം അത് തന്നെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. മൂന്നാമത്തേത്, രാഷ്ട്രീയമായി വലിയ പ്രശ്നമുണ്ടാക്കാൻ അല്ലെങ്കിൽ ഗുരുതര സ്വഭാവത്തിലേക്ക് മാറാൻ പോകുന്നൊരു സംഭവം കൂടി ഇതിനെ വിലയിരുത്തുന്നുണ്ട്. കാരണം രാഷ്ട്രീയമായി CPM തന്നെ ഭരണഘടനയെ പ്രതിയോഗികൾക്കെതിരെ അടിക്കാൻ, അതല്ലെങ്കിൽ പ്രത്യേകിച്ച് BJPക്കെതിരെ ഒരായുധമാക്കി മാറ്റിയൊരു സാഹചര്യത്തിൽ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയ, ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സ്ഥാനത്തേക്ക് വന്നൊരു മന്ത്രി ആ പ്രസംഗം നടത്തിയ പ്രസംഗത്തിൽ പ്രശ്നമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചിട്ടും തുടരാൻ അനുവദിക്കുന്നത് CPM-നെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ അങ്ങനെയാണെങ്കിൽ നേരത്തെയുള്ള രാജി എന്തിനായിരുന്നു എന്ന ചോദ്യം ഉയരും. ആ രാജിക്കുള്ള കാരണം ഭരണഘടനാ അവഹേളനമാണ് എന്ന മറുപടിയാണ് ഉള്ളത്. ആ കുറ്റം ഇപ്പോഴും നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് അതേ കുറ്റം ചെയ്ത മന്ത്രി, അതേ കുറ്റത്തിന് പേരിൽ ഒരിക്കൽ രാജിവെച്ച മന്ത്രി, അതേ കുറ്റം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ മന്ത്രിസ്ഥാനം തുടരുന്നത് എന്ന കാതലായ ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിന് കോടതി ഉത്തരവിൽ ഏതെങ്കിലും ഭാഗം വ്യാഖ്യാനിച്ച് പറയുന്ന മറുപടി മാത്രം ഒരുപക്ഷെ മതിയായെന്ന് വരില്ല. ഇനി പ്രതിപക്ഷ നിലപാട് നിർണായകമാണ്. ഒരു എപ്പിസോഡ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട ഒരു എപ്പിസോഡ് സീരിയസ് സമരങ്ങൾ കഴിഞ്ഞ് മന്ത്രി രാജിവെച്ചതിന് ശേഷം അതേ വിഷയത്തിൽ വീണ്ടും അതേ സീരിയസ് സമരവുമായി പ്രതിപക്ഷം രംഗത്തേക്ക് വരുമോ എന്നൊരു ചോദ്യം അവിടെ നിൽപ്പുണ്ട്.